അഹരോന്റെ വടി തളർത്തു. സ്തോത്രം. അഹരോന്റെ കോളിംഗ് ആണ് അഹരോന്റെ വടി, അഹരോന്റെ നിയോഗമാണ് അഹരോന്റെ വടി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ ഒരു ബദാമിന്റെ കൊമ്പിനെ മുറിച്ചെടുത്തതാണ് സ്തോത്രം ഈ അഹരോന്റെ വടി. ഉണങ്ങിയ വടിയാണ്, ഉണങ്ങിയ വടി. ഇതിൽ അടുപ്പത്ത് വെക്കാനേ കൊള്ളത്തുള്ളൂ. ഈ വടി കൊണ്ട് ഒരു പ്രയോജനമില്ല. ഉണങ്ങിപ്പോയി, ഉണങ്ങിപ്പോയി. ജീവിതം ഉണങ്ങിപ്പോയി. പണ്ടുണ്ടായിരുന്നു ജീവൻ, ഇപ്പം എല്ലാം പോയി, ഇപ്പം എല്ലാം ഉണങ്ങിപ്പോയി. പക്ഷേ ഞാൻ പറയട്ടെ, റിസറക്ഷൻ ആൻഡ് ലൈഫ് വന്നിട്ടുണ്ട്. ഉണങ്ങിയ വടിയാണ്. മഹത്വത്തിന് മുൻപിലാണോ ഇരിക്കുന്നത്? നീ വീണ്ടും പൊട്ടിക്കിളിർക്കുവാൻ വേണ്ടി പോകുന്നു. നീ പലർക്കും ഒരു അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. പലർക്കും നീ അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ മണ്ണില്ല, അവിടെ വളമില്ല, അവിടെ വെള്ളമില്ല, സൂര്യപ്രകാശമില്ല. മണ്ണില്ല, വളമില്ല, വെള്ളമില്ല, സൂര്യപ്രകാശമില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ അത് തളിർത്തു, പൂത്തു, അത് ഫലം കായ്ച്ചു. സ്തോത്രം. ആരൊക്കെയോ പറഞ്ഞു കാണാൻ, ഞങ്ങൾ ഇല്ലാതെ നീ ജീവിക്കുന്ന കാണട്ടെ. കമോൺ. ഈ ലോകത്തിൽ സൂര്യന്മാർ പടിഞ്ഞാറ് അസ്തമിക്കും, പക്ഷെ അസ്തമിക്കാത്ത ഒരു സൂര്യനെ എനിക്കറിയാം. എന്റെ മഹത്വത്തെ ഞാൻ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു, കുട്ടി, നീ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് നുറുങ്ങുന്നവരെ, ഒറ്റയ്ക്ക് കരയുന്നവരെ, ഒറ്റയ്ക്ക് കിടന്ന് പിടയുന്നവരെ, ഒറ്റയ്ക്ക് അപവാദത്തിന്മേൽ അപവാദം, മുറിവിന്മേൽ മുറിവ് കാണുന്നവരെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നീ തളർത്തില്ലെങ്കിൽ പിന്നെ ആരാ തളർക്കുന്നത്? നീ പൂത്തില്ലെങ്കിൽ പിന്നെ ആരാ പൂക്കുന്നത്? നീ ഫലം കായ്ച്ചാലേ പിന്നെ ആരാ ഫലം കായ്ക്കുന്നത്? നീ തളർക്കും, നീ പൂക്കും, നീ ഫലം കായ്ക്കും.